ഇപ്പൊ എന്തായി? നിന്റെ ഭർത്താവ് ജയിലിലായപ്പോ നിനക്ക് സങ്കടം വരുന്നുണ്ടോ? ആദർശേട്ടൻ നിരപരാധിയാ, അതിന്റെ സങ്കടം എനിക്കുണ്ട്. അയാള് നിരപരാധിയൊന്നും അല്ല. അബിയേക്കാളും മുന്നേ ജയിലിൽ കിടക്കേണ്ടതേ അയാള് തന്നെയാ. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ നടക്കുക ഞങ്ങൾ എല്ലാവരും. ആ സമയത്ത് എടുത്ത് ഇങ്ങനെ സംസാരിക്കരുത്. നീ ആരുടെ എന്നോട് സംസാരിക്കരുതെന്ന് പറയാം? എന്റെ അബി ജയിലിലേക്ക് പോയപ്പോ സങ്കടപ്പെട്ട് കരഞ്ഞു തളർന്നിരുന്ന എന്നോടെ ഒരു ചെറിയ സിമ്പതിയെങ്കിലും ഇവിടെ ആരെങ്കിലും കാണിച്ചോ? നീ എപ്പോഴും പിന്നാലെ നടക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവക്ക് തോന്നിയോ? അതെ, അമ്മ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാ. എന്താ നിന്റെ ഏട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലേ? ആദർശേട്ടനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ കുടുംബത്തിന് വേണ്ടി, മറ്റു പലർക്കും വേണ്ടി ത്യാഗം സഹിച്ചിട്ടേ ഉള്ളൂ. എന്ത് ത്യാഗം? അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ റിക്കവറായി വന്നു കഴിഞ്ഞാണ്ടല്ലോ അല്ല കാരണത്തടിക്കും. ഒരിക്കലും എന്റെ ഏട്ടന്റെ കാരണത്തൊന്നും അവരടിക്കാൻ പോകുന്നില്ല. എന്റെ ഏട്ടന്റെ മുന്നിൽ അനഘ അവരുടെ മകൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്ക് നന്ദി പറയത്തേ ഉള്ളൂ. ഏട്ടന്റെ മുന്നിൽ തൊഴിലുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. അനി, എനിക്ക് ആരോടും തർക്കിക്കാൻ വയ്യ. ആദർശേട്ടന്റെ ഭാഗത്തെ തെറ്റിനെ കുറിച്ചും ശരിയെക്കുറിച്ചും പറയാനും വയ്യ. അത്രത്തോളം തകർന്ന ഞങ്ങളൊക്കെ നടക്കുന്നു. ഇതെല്ലാവർക്കും ബാധകമാണെന്നേ ഞാൻ പറഞ്ഞോളൂ. ശരി, സമ്മതിച്ചു. അനി, ഇനിയൊന്നും പറയണ്ട. പക്ഷെ ചേച്ചിക്ക് ഒരു സങ്കടം വരുമ്പോ ആ സങ്കടത്തിൽ ന്യായം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കത്തേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെയാ. പക്ഷെ ഇവിടെ എനിക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. അഭി പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറി ഇറങ്ങിയപ്പോ 14 ദിവസം ജയിലിൽ കിടന്നപ്പോ ഞാൻ ഇവിടെ മരിച്ചാ ജീവിച്ചത്. അത് മാത്രമാണോ? എത്ര പേര് എന്നെ വിളിച്ചെന്നറിയോ? എന്റെ ഫ്രണ്ട്സും നാട്ടുകാരും ഒക്കെ എന്ത് പറ്റി ഭർത്താവിനെന്നും ചോദിച്ചോണ്ട് ശരിക്കും നാണം കിട്ടുപോയി. ഇതുവരെ ഗൾഫിലായോണ്ട് ഇവിടെയൊന്നും വാർത്തയായില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് ചോദ്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഏട്ടത്തി കൂടുതലൊന്നും പറയണ്ട. ഏട്ടത്തിയുടെ കയ്യിലും കുഴപ്പങ്ങളുണ്ട്. ആദർശേട്ടൻ പെണ്ണ് കാണാൻ വന്നത് ഏട്ടത്തിയായിരുന്നു. എന്നിട്ട് അബി മോഹന വാഗ്ദാനങ്ങളുമായി മുന്നിലേക്ക് വന്നപ്പോ അവരുമായിട്ട് പ്രണയത്തിലായി. അന്ന് തൊട്ട് അബിയുടെ സ്വഭാവം എന്താണെന്ന് ഏട്ടത്തി തിരിച്ചറിഞ്ഞതാണ്. അവന്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു അബദ്ധമായെന്ന് അന്ന് എനിക്ക് തോന്നിയതുമാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിന്റെ ആദർശേട്ടനേക്കാളും ശരി എന്റെ അബിയാണ്. അതുകൊണ്ട് അന്ന് അവനെ പ്രേമിച്ചതില് ഇപ്പൊ എനിക്ക് വലിയ കുറ്റബോധമൊന്നും ഇല്ല. മറിച്ചായിരുന്നു സംഭവിച്ചെങ്കിൽ ഇവളെ പോലെ ഞാൻ ക്ഷമിക്കത്തില്ലായിരുന്നു. ഇവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നു ആദർശേട്ടന്റെ ഭാര്യയെങ്കിൽ അയാളെ കൊന്നിട്ട് വല്ല ജയിലിലും പോയനെ. ഇവരോട് ഇനി എന്ത് പറയാനാ ഏട്ടത്തി? ഒന്നും പറയണ്ടാനി. ആദർശേട്ടൻ ജയിലായതിന്റെ വിഷമം എനിക്കുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇനി ചേച്ചിയോട് നമ്മള് സങ്കടം സഹിക്കാൻ വയ്യാതെ സത്യങ്ങളൊക്കെ പറഞ്ഞ അതിനുശേഷം ഉണ്ടാവുന്ന തിരിച്ചടികൾ കൂടി വെറുതെ പിടിച്ചു വാങ്ങാൻ നിൽക്കണ്ട. ചേച്ചിക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ, അത് നമുക്ക് കേൾക്കാം. അവന്റെ നെഞ്ചടിച്ച് കിടക്കാൻ എനിക്ക് തോന്നുന്നത്. തെറ്റ് ചെയ്തിട്ടും സ്വന്തം ഭാര്യ പോലും തിരുത്താതെ നടക്കുക അവൻ. അവളുടെ റാസ്കൽ. അമ്മ, അനിയിപ്പ വിളിച്ചിരുന്നു. നയനേച്ചയും ആദർശേട്ടന്റെ അമ്മയൊക്കെ ആദർശേട്ടൻ ജയിലിലാണെന്നുള്ള വിവരം അറിഞ്ഞു. ഇതാരോ ചതിച്ചതാ അമ്മ. അങ്ങനെ തന്നെ അനിയും പറയുന്നത്. ഇപ്പൊ നാട്ടിൽ വലിയ പരസ്യത്തോടെ ഒരു ജ്വല്ലറി തുടങ്ങിയല്ലോ, AN ജ്വല്ലറി. അവരുടെ പരസ്യത്തിലാ നവ്യേച്ചി അഭിനയിച്ചത്. ഗൾഫിലൊക്കെ മൂർത്തീസ് ജ്വല്ലറിക്ക് മുകളിലാ അവരെന്നാ അനി പറഞ്ഞത്. അവരാണോ ഈ ചതിക്ക് പിന്നിലെന്ന് അവരൊക്കെ സംശയിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിനാണല്ലോ നവ്യ പോയത്. അവള് പ്രതികാരം കൊണ്ട് നടക്കല്ലേ? ആ പ്രതികാരത്തിന് അവളോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത്. ആ വീട്ടിനകത്ത് ഒരു കുറുക്കനുണ്ട്, ആ അബി. അവൻ സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട എന്റെ ദേഷ്യത്തിലാ. ഇനി അവനും ഇതിനകത്ത് പങ്കുണ്ടെന്നും പറയാനൊന്നും പറ്റില്ല. വേറൊന്നും കൊണ്ടല്ല അച്ഛാ. AN ജ്വല്ലറിയിൽ ചേച്ചി പരസ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചേച്ചിയെ കൊണ്ട് എത്തിച്ചത് അവൻ തന്നെ ആയിരിക്കും. അവൻ അതല്ല, അതിനപ്പുറം ചെയ്യും തോന്നിട്ടാ. ഇപ്പൊ എന്തായാലും അവന് സന്തോഷമായിരിക്കും. എന്നുവെച്ചാ അവൻ കിടന്നതുപോലെ ആദർശേട്ടൻ ഇപ്പൊ ജയിലിലല്ലേ. അവന് മാത്രമല്ല മോളെ, കഥയറിയാത്ത നവ്യക്കും ഇത് സന്തോഷം തരുന്നതായിരിക്കും. എനിക്ക് നയനമോളെ ഒന്ന് വിളിക്കണമെന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് വിളിക്കേണ്ടമ്മ. ചേച്ചി ആകെ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും. ആദർശേട്ടന്റെ അമ്മയുടെ അവസ്ഥയും അത് തന്നെ. എന്ത് ചെയ്യാനാ? എന്തോ സമയദോഷമാണ് മോളെ. മോളുടെ ആക്സിഡന്റിന് പിന്നാലെയായിട്ട് സംഭവിച്ചിരിക്കുന്നത്. നാട്ടിലായിരുന്നെങ്കിൽ നവീൻ ആദർശ മോനെ നിഷ്പ്രയാസം ഇറക്കിക്കൊണ്ടു വന്നേനെ. ഇതിപ്പോ ഗൾഫിൽ എന്ത് ചെയ്യാനാ? അപ്പൊ ആദർശന്റെ മുത്തശ്ശൻ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ നന്ദു? അതേപ്പറ്റി ഞാൻ ചോദിച്ചില്ല അച്ഛ. ആ വീട് മൊത്തത്തിലൊരു മരണ വീടായെന്നാ പറയുന്നത്. മോളെ, എന്തിനാ മോളെ സങ്കടം ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നത്? ഈ സമയത്ത് മനസ്സിന് ഭാരം കൂടാനൊന്നും പാടില്ല മോളെ. അതുകൊണ്ട് എന്റെ മോള് മനസ്സ് തുറന്നൊന്ന് കരഞ്ഞാലും കുഴപ്പമില്ല. സങ്കടപ്പെടാതെ മോളെ, അവനൊന്നും സംഭവിക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്തായാലും എന്റെ ആദർശേട്ടൻ ഇപ്പൊ ജയിലിലല്ലേ അമ്മ? എവിടെ പോയിട്ട് വരുവാടാ? എന്റെ മകൻ ജയിലിലാണെന്ന് അറിഞ്ഞിട്ട് നീ പുറത്തു പോയി ആഘോഷിച്ചിട്ട് വരുവാണോ? അയ്യോ, ആദർശേട്ടൻ ജയിലിലാണോ? അയ്യോ, അവനൊന്നും അറിയാത്തതുപോലെ. നിന്റെ ഭാര്യയും അമ്മയും ഈ സന്തോഷം നിന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സത്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല അമ്മായി. അപ്പൊ ആദർശേട്ടൻ ജയിലായതുകൊണ്ടാണോ വിളിക്കാതിരുന്നത്? നീ അറിഞ്ഞ കാര്യത്തെപ്പറ്റി ഇനി വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെയാ ഞാനും എന്റെ മോളും ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അത് അമ്മയുടെ മോന്റെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാ. ഈ കണ്ണീര് കാണാനല്ലേ ഞാൻ ആഗ്രഹിച്ചത്. അവനെ അവന്റെ അമ്മയോടും ഭാര്യയോടും ഒക്കെ സന്തോഷം പങ്കുവയ്ക്കാനായിരിക്കും പോയത്. സത്യം പറയാലോ മോളെ, അവനെയും ജലജയെ വീട്ടിൽ നിന്ന് അടിച്ചു കളയാതെ ഈ വീട്ടിലെ മൂദേവി ഒഴിഞ്ഞു പോവില്ല. നമ്മൾ ഇവിടെ എത്ര കഷ്ടപ്പെടുത്തിയാലും ഇവിടെയുള്ളവർക്ക് കരയാനൊരു കാരണമായല്ലോ. ഇതൊക്കെ ദൈവം കരുതി വെച്ചതാ മോനെ. അവൻ ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ നോക്കുന്നത്. എന്റെ ഗൾഫിലുള്ള സുഹൃത്തുമായിട്ട് ഞാൻ അതേപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാലും അകത്ത് പോവുമേ. അങ്ങനെ ഒരു കുരുക്കിൽ അവനെ കുരുക്കും. അത് വേണം. ഇവിടുത്തെ കമ്പനി പൊളിയണം. വർഷങ്ങളായിട്ട് 1ാം സ്ഥാനത്താണ് മൂർത്തീസ് ജ്വല്ലറി. അത് 2ലേക്കും 3ലേക്കും ഒക്കെ പോണം. എങ്കിലേ ഇവിടെ പലരുടെ അഹങ്കാരമൊക്കെ തീരുള്ളൂ. അമ്മയ്ക്ക് മോനും ഒരു പണിയില്ല അല്ലേ? എന്റെ നയനമോളുടെയൊക്കെ സങ്കടം കണ്ടിട്ട് രണ്ടുപേരും ഭയങ്കര ചിരിയാണല്ലോ. അതിന് ഞങ്ങൾ ചിരിച്ചില്ലല്ലോ. പിന്നെന്താ, കറിയായിരുന്നോ? നീ ഉച്ചഭക്ഷണത്തിന് ഞാൻ പറഞ്ഞ കറികളൊക്കെ ഉണ്ടാക്കിയോ? മിക്കതും ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്കതെന്ന് പറയുമ്പോ കുറച്ചുകൂടെ ബാക്കിയില്ലേ? ചെല്ല്, അതൊക്കെ റെഡിയാക്കി വെക്ക്. പണിയെടുത്ത് എന്റെ നടു ഒടിയ ഏട്ടത്തി. നിന്റെ നാവിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ നാവിന് കുറച്ച് സമയം വിശ്രമം കൊടുക്കാൻ നീ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നത് നല്ലതാ. അമ്മായി പറഞ്ഞു കേട്ടില്ല അമ്മേ. പിന്നെ എന്താ നോക്കിക്കുന്നേ? നിനക്കും പണിയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ എന്റെ കൂടെ വാ. അല്ല അമ്മായി, എനിക്ക്
വേറെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. നിനക്ക് എന്ത് തിരക്കാടാ? ഇപ്പൊ നിനക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. എന്റെ മകനിപ്പോ ജയിലില്ല, അതും ദുബായില്. ഇനിയിപ്പോ അവനും നിന്നെ പോലെ ജയിൽ പുള്ളിയാണെന്നുള്ള പേര് വരും. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. മുൻപ് തന്നെ അവന് ഒരുപാട് പേരുദോഷം ഉണ്ടായി. നിന്റെ വിഴുപ്പാ എന്റെ മകൻ ഇപ്പൊ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അപ്പോ നീ മാന്യത ചമഞ്ഞ് നടക്കണ്ട, മര്യാദയ്ക്ക് വാടാ. അല്ല, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിയിട്ട്. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ മതി. അല്ല അമ്മായി, വായിങ്ങോട്ട്. പൂതന. അല്ല, ഞാനേ പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിക്കണം അമ്മായി. വേണ്ട, നിന്നെ എന്തെങ്കിലും വാങ്ങാൻ ഞാൻ പുറത്തു വിട്ടാ നീ ആ വഴിക്ക് ഒരു പോക്കങ്ങ് പോവും. നിനക്കുള്ള പണി ഇവിടെ തന്നെ ഉണ്ട്. ദേ, ഈ കിടക്കുന്ന കാറ് കണ്ടില്ലേ, അത് കഴുകിയിട്. ഇപ്പൊ തന്നെ കഴിച്ചോണ്ട് വരാം അമ്മായി. കഴിച്ചോണ്ട് വരാനല്ല, നിന്നോട് കഴുകാനാ ഞാൻ പറഞ്ഞത്. ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് കഴുകിയിടണം. ഇതൊക്കെ ചെയ്യാൻ ഇങ്ങോട്ട് വേണമെങ്കിൽ ആളെ വരുത്താം. ഇങ്ങോട്ട് വരുത്തണ്ട, അങ്ങോട്ട് കൊണ്ടുപോകുകയും വേണ്ട, നീ തന്നെ ചെയ്യണം. പിന്നെ ഇത് മാത്രമല്ല, ഈ വീടിന്റെ പുറത്ത് ഒരുപാട് മാറാലുണ്ട്. അതെല്ലാം നിന്നെ കൊണ്ട് അടിച്ച് കളയിപ്പിക്കും ഞാൻ. പറമ്പും കിളപ്പിക്കും. അതൊക്കെ ചെയ്യാനുള്ള യോഗ്യതയെ നിനക്കുള്ളൂ. ഇങ്ങനെ എന്നെ തരം താഴ്ത്തരുത് അമ്മായി. നിന്നെ തരം താഴ്ത്തിയത് ഞാനല്ല, നീ തന്നെയാ. നിന്നെ കുറിച്ചിപ്പോ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. ഈ വീടിന്റെ പേരും പെരുമയും നീ കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആദർശനുണ്ടായ പേരുദോഷം പോലും നിന്റെ സംഭാവനയാണ്. ആ കടം നീ തന്നെ വീട്ടേണ്ടത്. ആദർശേട്ടൻ ജയിലിൽ കിടക്കുന്നതിന്റെ ദേഷ്യം എന്തിനാ അമ്മായി എന്നോട് തീർക്കുന്നത്? നിന്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നത് നിന്നോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാ ആദർശിന് കിട്ടിയതെന്ന്. നിന്നോട് എന്ത് തെറ്റാടാ എന്റെ മോൻ ചെയ്തത്? കള്ളക്കടുത്ത് സ്വർണം മൂർത്തിസ് ജ്വല്ലറിയുടെ ലേബലിൽ വിൽക്കാൻ പറഞ്ഞത് ആദർശാണോ? നീ അനഘയെ വഞ്ചിച്ചത് ആദർശ് പറഞ്ഞിട്ടാണോ? പെട്ടെന്ന് കാർ കഴുകിയിട്. ശരി അമ്മായി. എല്ലാം കഴുകി കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോ കാർ വൃത്തിയായില്ലെങ്കിൽ ഞാൻ വീണ്ടും കഴിക്കും. നിന്റെയൊക്കെ മനസ്സിനകത്തും അഴുക്കാം. ഇനി ഈ കാറെങ്കിലും ഒന്ന് വെളുക്കട്ടെ. തോടക അപ്പൊ കാണിച്ച കാർ ഇതുവരെ ഞാൻ കഴിയിച്ചിട്ടേ ഉള്ളൂ. സ്വയം കഴിയിട്ടില്ല. ഒരു തെറ്റിന് ഇത്രയൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമുള്ളൂ. പാചകം കഴിഞ്ഞില്ലേ അമ്മേ? അങ്ങനെ പെട്ടെന്നൊന്നും കഴിയത്തില്ല മോളെ. എന്നെയും കൊണ്ടേ പോത്തോളെന്ന് പറഞ്ഞ് ഒരുക്കി നിൽക്കുമല്ലേ? അവരെ എന്തിനാ അമ്മ അനുസരിക്കുന്നത്? ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ എന്റെ മോന്. ഇനിയിപ്പോ വീട്ടിൽ നിന്ന് കൂടി പുറത്താവാതിരിക്കാൻ ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ. അവളുടെ മോൻ ജയിലിലായതിന്റെ ദേഷ്യത്തിൽ അവളിപ്പോ. അതുകൊണ്ട് ഇതല്ല, ഇതിനപ്പുറം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇനിയിപ്പോ ആദർശന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്നാണല്ലോ അഭി പറയുന്നത്. അങ്ങനെയാണെങ്കിലേ നമ്മളെയൊക്കെ ദ്രോഹിക്കാവുന്നതിന് മാക്സിമം ദ്രോഹിക്കും. അമ്മയെ അഭിയം ദ്രോഹിക്കുമായിരിക്കും, പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല. ഇവിടെ പലരും പറഞ്ഞല്ലോ ഞാൻ മോഡലായിട്ട് പോരുതെന്ന്. എന്നിട്ട് പോവാതിരുന്നോ? ഞാൻ എന്തായാലും തളയ്ക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. മോൾ അങ്ങനെ തന്നെ പോയാ മതി. പക്ഷെ തൽക്കാലം ഞങ്ങൾക്ക് കീഴടങ്ങി കൊടുക്കാതെ നിവൃത്തിയില്ല മോളെ. അഭി എവിടെ പോയമ്മേ? അവൻ പുറത്തുണ്ട്. അവനെ പുറത്തൊരു ജോലി ഏൽപ്പിച്ചിരിക്കുക. അവനെയും ജോലി ഏൽപ്പിച്ചോ? അവൻ മേലനങ്ങാതെ വെറുതെ ഭക്ഷണം കഴിച്ച് നടക്കുമല്ലേ? അപ്പൊ ശരീരം ഒന്ന് അനങ്ങട്ടേന്ന് കരുതി അവനിപ്പോഴേ പുറത്തുനിന്ന് കാറ് കഴുകുക. കാറ് കഴുകുന്നോ? എന്താ അതത്ര മോശം പണിയാണോ? അവൻ ഇനി കാറ് കഴുകും, ചെടികൾ നനയ്ക്കും, വീട് അടിച്ചും വരും. അങ്ങനെ അവനെ കൊണ്ട് ഈ വീട്ടിലെ എല്ലാ പണികളും ഞാൻ ചെയ്യിച്ചൊന്നും വരും. സ്വന്തം മോൻ ജയിലിലായതിന്റെ ദേഷ്യം മറ്റുള്ളവരുടെ മേലെ തീർക്കരുത് അമ്മായി. ഇവിടെ മകന്റെയും മേൽ തന്നെ അത് തീർക്കേണ്ടത്. ഞാൻ എന്ത് പറഞ്ഞാലും രണ്ടുപേരും അതൊക്കെ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഇവൾക്കും ഇവളുടെ മകനും ഇവിടെ നിലനിൽപ്പില്ല. പിന്നെ നിന്നെ നിന്റെ കുഞ്ഞിനെയും കരുതിയാ ഞാൻ രണ്ടുപേരെയും ഇപ്പൊ ഇവിടെ ഇറക്കി വിടാത്തത് തന്നെ. രണ്ടല്ലല്ലോ, 3 പേരുണ്ടല്ലോ. ഇപ്പൊ അവന്തിക ഇങ്ങോട്ട് വരുമല്ലോ. അവൾ നാളെ വേറൊരു വീട്ടിലേക്ക് പോകേണ്ട പെണ്ണ. അവളെ ഇവിടുന്ന് മാന്യമായിട്ട് കല്യാണം കഴിപ്പിച്ചു വിടും. അങ്ങനെ വിട്ട ശേഷം അവളുടെ അമ്മയുടെ സ്വഭാവം അവൾക്കെങ്കിൽ അവളുടെ ജീവിതവും തകരും. ഒരു കാരണവശാലും കല്യാണം കഴിപ്പിച്ചു വിട്ട വീട്ടിൽ നിന്ന് തിരികെ ഇവിടെ വന്ന് നിൽക്കാൻ ഞങ്ങൾ അവളെ സമ്മതിക്കില്ല. ഇതുപോലത്തെ ഒരു വീട് ഈ ലോകത്ത് കാണില്ല. അങ്ങനെ തന്നെ നിന്റെ അനിയത്തിയും പറയുന്നത്. അത് പക്ഷേ നല്ല അർത്ഥത്തിലാ പറയുന്നതെന്ന് മാത്രം. ഇത്രയും നല്ല അടുക്കും ചെട്ടിയോടും കൂടി പോകുന്ന വീട് ഈ ലോകത്തില്ല. അത് അവളുടെ അഭിപ്രായം. സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്തിട്ടും കൂടെ നിന്നാണല്ലേ അവള്. അവൾ അപ്പൊ ഇതല്ല ഇതിനപ്പുറം പറയും. പക്ഷെ എനിക്ക് അങ്ങനല്ല. ഈ വീട് ഒരു ജയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്.